ലോകത്തെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും അതൊക്കെ നമ്മളെ രക്ഷിക്കുമെന്ന്, അല്ലെങ്കിൽ മാനവരാശിയെ രക്ഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കും. പക്ഷേ അവയൊക്കെ വലിയ ശിക്ഷകളായിട്ട് മാറാം. നന്മകളെന്ന് വിചാരിക്കുന്ന പലതും തിന്മകളായിട്ട് മാറും. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധകാലം തൊട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെ രക്ഷയ്ക്കെല്ലാം ഉപയോഗിക്കുന്നത് ആയുധങ്ങളാണ്. പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. തോക്കുകൾ, ബോംബുകൾ, ടാങ്കുകൾ, ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഒക്കെ. കുട്ടികൾക്ക് പോലും തോക്കെടുത്ത് വെച്ച് തോക്കായിരിക്കും എടുത്ത് വെച്ച് കളിക്കുന്ന ഭയങ്കര ഹരമാണ്. ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഓരോ രംഗത്തിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ഭയങ്കര ദുഃഖകരമായി അഭിനയിച്ച് പറയുകയും ഹരം കൊള്ളുകയും ചെയ്യും. ഹമാസിലെ അവരുടെ നിലവറകളൊക്കെ തകർത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർക്ക് അത് ഭയങ്കര സന്തോഷം. അവന്മാരെ നമ്മൾ തകർത്ത്, അവന്മാർ വെള്ളം കയറ്റി അവന്മാരെ കൊന്നു നോക്കിയാൽ. അറ്റ് സെയിം ടൈം ഇസ്രായേലിലേക്ക് കടന്നു കയറി കൊച്ചു കുട്ടികളെ പോലും വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരു വിഭാഗക്കാർക്ക് സന്തോഷം. അവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം, ഈ ജൂതന്മാരൊന്നും അത്ര പ്രശ്നക്കാരാണ്, അവരല്ലേ യേശുക്രിസ്തുവിനെ കൊന്നത് എന്ന് പറയും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് അതുകൊണ്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും? ഒരു ബന്ധമില്ല. 1000 വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവത്തെ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും ആയുധങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെ ബോർഡർ കടന്ന് അപ്പുറത്തോട്ട് പിടിക്കാൻ നോക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അവരുടെ അഭിപ്രായങ്ങളെ വെച്ച് ജീവിച്ചുകൊണ്ട് പരസ്പരം വിദ്വേഷം. ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞു എന്താണ്? സമാധാനത്തിന് വേണ്ടിയാണ്. ക്രിസ്തവൻ ഭൂമിയിൽ നിന്ന് സമാധാനത്തിന് വേണ്ടി. നബിദൈവം അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേര് തന്നെ ഇസ്ലാം എന്നാണ് ഇട്ടത്, സമാധാനം ഉണ്ടാക്കുന്നതാണ്. ഹിന്ദു എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ഹിംസ ചെയ്യാത്തവെന്നാണ്. എല്ലാം കൊള്ളാം. പക്ഷേ ആയുധങ്ങൾ മനുഷ്യനെ കൂടുതൽ രക്ഷിക്കല്ല ചെയ്തിട്ടുള്ളത്, കൊന്നൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ന്യൂട്രോൺ ബോംബ് എന്നൊരു ബോംബുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരത്ത് ഇട്ടാൽ തിരുവനന്തപുരത്തെ സകല മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഒക്കെ തീർന്നു. എന്നാൽ കെട്ടിടങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പാവം കെട്ടിടങ്ങൾ, അവരെ എന്തിനും നശിപ്പിക്കുന്നു എന്നാണ് ചിന്ത. ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു ബോംബ് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിനും നന്മയുണ്ട്, തിന്മയുണ്ട്. അത് അതിൻ്റെ പ്രയോഗത്തിൻ്റെ രീതിയിലിരിക്കും. ഇപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുന്നത് വലിയൊരു ചർച്ചാ വിഷയമാണ്. UN ഒരു ചർച്ചാ വിഷയമാണ്, യൂറോപ്പിൽ ചർച്ചയുടെ വിഷയമാണ്. ക്യാമ്പസുകളെല്ലാം നടക്കുന്ന ചർച്ചകളിൽ ഇസ്ലാം മതമുണ്ട്. ഒരു 10 വർഷമോ 15 വർഷം മുമ്പ് ഇങ്ങനെ ചർച്ചയിലേ ഇല്ല. എന്താണ് ഈ പള്ളിക്കുള്ളിൽ ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ ആർക്കും അറിഞ്ഞുണ്ടായിരുന്നു. അവർ പിന്നീട് സ്റ്റേഡിയത്തിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെയാണ് നിസ്കരിക്കുന്നതൊക്കെ മനസ്സിലായത്. അവരവരുടെ ജോലി ചെയ്യുന്നു, അവരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, മറ്റുള്ളവരുടെ മതമായിട്ട് വളരെയധികം മിക്സ് ചെയ്ത് ജീവിക്കുന്നു. അങ്ങനൊരു മതമായിരുന്നു ഇസ്ലാം മതം. എൻ്റെ കൂടെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന മുസ്ലിം സുഹൃത്തുക്കൾ, അവരോട് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെല്ലാം പോകുമായിരുന്നു. പക്ഷെ പിന്നീട് ഒരു പൊതുശത്രുവാണ് ഈ ലോകത്തിന് മുസ്ലിം എന്ന് പറയുന്ന രീതിയിൽ അത് വളർന്നു. അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അതിനെ വളർത്തിയെടുത്തു. ആ രീതിയിലുള്ള പ്രചരണം ശക്തമായിട്ട് ലോകം മുഴുവൻ നടന്നു. അതിനുള്ള കാരണങ്ങൾ അവർ തന്നെ കൊടുക്കുകയും ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരിക്കലും ഇസ്ലാം മതത്തിന് അങ്ങനെ ഒരു പേര് വരാൻ പാടില്ലാത്ത മതമാണ്. കാരണം ഇപ്പം നബി അദ്ദേഹത്തിൻ്റെ യുദ്ധകാലത്തിൽ ചെയ്ത തിന്മകൾ ഒരുപാടുണ്ടാവാം. അല്ലെങ്കിൽ ഹദീസുകൾ എന്ന് പറഞ്ഞ് പിന്നീട് നബിയുടെ കാലത്തിന് ശേഷം അവിടെ ഭരിച്ച രാജാക്കന്മാരും അവരും ഒക്കെ കൂടെ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന കുറേ നിയമങ്ങൾ, അത് ഇന്നത്തെ സംസ്കാരമായിട്ടോ ഇന്നത്തെ ലോകമായിട്ടോ ഒരു ബന്ധമില്ലാത്തായിരിക്കും. അതൊക്കെ അന്നത്തെ കാലത്താണ്. നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഫാലസി എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. 1000 2000 വർഷം മുമ്പ് നടന്ന സംഭവത്തെ ഇന്നത്തെ കണ്ണുകൊണ്ട് കാണും. അങ്ങനെ കാണുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ഒരു 1000 വർഷത്തിന് ശേഷം നമ്മൾ വലിയ
മിടുക്ക അല്ലെങ്കിൽ നമ്മൾ വലിയ ധന്യമായ കാര്യങ്ങൾ അല്ല വലിയ വാല്യൂസ് എന്ന് പറയുന്ന പലതും പരമപുച്ഛമായിരിക്കും അന്നത്തെ ആളുകൾക്ക്. അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെ വൃത്തികെട്ടന്മാരായിട്ട് ജീവിച്ചു? നമുക്കറിയില്ല അത്. അതുപോലെ അടിമകൾ പണ്ടുണ്ടായിരുന്നല്ലോ. ആ അടിമകളെ മനുഷ്യരായിട്ടന്ന് ആരും കരുതിയിരുന്നില്ല. അടിമകളെ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന അങ്ങനെയുള്ളവരാണ് അടിമകൾ എന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്തിന് അറബി രാഷ്ട്രങ്ങൾ പോകുന്നു? കേരളത്തിൽ തന്നെ എങ്ങനെയായിരുന്നു? കുറവന്മാർന്നൊരു ജാതി ഉണ്ട്, എന്തോ കുറവുള്ളവരെന്നാണ് ആൾ വിചാരിച്ചത്. അവരും സാധാരണ മനുഷ്യരുടെ കണ്ണിൽപ്പെടില്ല. കണ്ണിൽപ്പെട്ടാൽ കുഴപ്പമാണെന്ന് വിചാരിച്ചാൽ അവർ രാവിലെ മുഴുവൻ ഗുഹകളിൽ ഒളിച്ചിരുന്നിട്ട് രാത്രിയാകുമ്പോൾ കുറുക്കന്മാരൊക്കെ വരുന്ന പോലെയാണ് അവർ വന്നിരുന്നത്. വീടുകളിലുള്ള പല സാധനമൊക്കെ അടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നു. അവർ മനുഷ്യരായിട്ട് അന്നത്തെ ആൾ കരുതിയില്ല. അപ്പോൾ കാലഘട്ടം പോകും തോറും നമ്മൾ മോർ ആൻഡ് മോർ പ്യൂരിഫൈഡ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ സബ്ലിമേറ്റഡ് ആവുകയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഹിന്ദുമതമല്ല ഇപ്പോഴത്തെ ഹിന്ദുമതം. അന്നത്തെ ഹിന്ദുമതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മനുഷ്യരായിട്ട് കരുതുന്ന ആ ഒരു രീതി അന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ വേദങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ഹിന്ദുമതം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഈ ജാതിയൊന്നുമില്ല. പക്ഷെ പിന്നീട് വന്നപ്പോൾ ജാതി വ്യവസ്ഥിതിയായി, സ്ത്രീകൾ പുറകോട്ടായി. വേദങ്ങളുടെ പകുതി ഭാഗം സ്ത്രീകളാണെന്ന് ആണ് വേദജ്ഞന്മാർ പറയുന്നത്. പക്ഷെ പിന്നീട് വന്നപ്പോൾ സ്ത്രീകൾ വീടിനകത്ത് ഒതുങ്ങേണ്ട ആളുകളായിട്ട് മാറി. ഇസ്ലാം മതത്തിലും അങ്ങനെ തന്നെ. ഒരു വീട്ടിലെ സ്ത്രീകളെ ഒതുക്കി നിർത്തും, പുറത്തേക്ക് വരരുത് എന്നുള്ള. ഒരു സ്ത്രീയുടെ ശബ്ദം 4 ചുവരുകൾക്കും അപ്പുറം കേൾക്കാൻ പാടില്ല. അങ്ങനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു. അതാണ് സത്യം. അതേസമയം നബി തൻ്റെ ഭാര്യ ആയിഷയെക്കുറിച്ച് അങ്ങനെ പറയുമോ? ആയിഷ വലിയൊരു കച്ചവടക്കാരിയായിരുന്നു. ഒരുപക്ഷെ നബിയുടെ തന്നെ ഗുരു എന്ന് പറയാം. കാര്യം അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഈശ്വര ദർശനം കിട്ടിയ സമയത്ത് അദ്ദേഹം ഹിറ ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണല്ലോ, ധ്യാനത്തിരിക്കുകയായിരുന്നല്ലോ. അദ്ദേഹം അവിടെ നിന്ന് ഓടി വന്ന് ആയിഷയോട് ആദ്യം പറയുന്നത് എന്നെ പുതപ്പിക്കൂ എന്നാണ്. കാരണം എനിക്ക് പനി വന്ന് ഉറച്ചു നിൽക്കുന്നു, ഞാൻ ഈശ്വരനെ കണ്ടു, എന്നെ പുതപ്പിക്കൂ പ്ലീസ് എന്ന് നബി കരഞ്ഞോട് പറയാണ്. ആയിഷയാണ് പുതപ്പിച്ചൊക്കെ കിടത്തി മരുന്നൊക്കെ കൊടുത്തിട്ട് അവസാനം നബി തിരുമേനോട് പറയുന്നത്, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായതല്ല, നിങ്ങൾക്ക് വിഭ്രാന്തിയല്ല ഉണ്ടായത്, നിങ്ങൾക്കത് ശരിയായ ഈശ്വര ദർശനം കിട്ടിയതാണ്. ഇത് പറയുന്ന സ്ത്രീയാണ്. അപ്പോൾ ആയിഷ എന്തുമാത്രം പുരോഗമനം അല്ലെങ്കിൽ അത്തരത്തിൽ ആർജിച്ചൊരു സ്ത്രീയാണ്. അവർ ബിസിനസ് നടത്തുന്നു, ഒട്ടകങ്ങളിൽ പോയിട്ട് സാധനങ്ങളുണ്ട്, മറ്റു രാജ്യത്ത് പോയിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നു. അതിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ്, സഹായിയായിട്ടാണ് നബി രംഗത്ത് വരുന്നത്. ആ മാനസികാവസ്ഥയിൽ നമുക്ക് അതിനെ കണ്ടൂടെ? സ്ത്രീകൾ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും തുല്യതയോടുകൂടി വരണമെന്നും അവർക്കും കച്ചവടത്തിലും ബിസിനസ്സിലും അതുപോലെ മറ്റേത് പരീക്ഷ എഴുതിയും പട്ടാളത്തിലും പോലീസിലും ഒക്കെ വരാൻ അവർക്ക് അവകാശമുണ്ടെന്ന് നമുക്ക് കരുതല്ലോ. നേരെ തിരിച്ചും കരുതാൻ വേണമെങ്കിൽ. കാരണം അന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതിയിൽ അങ്ങനെയായിരുന്നു. സ്ത്രീകൾക്ക് ഈക്വൽ പ്രാധാന്യം ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് വന്ന ആളുകൾ ആ ഗോത്രവർഗത്തിൻ്റെ സംസ്കാരത്തെ പ്യൂരിഫൈ ചെയ്യണമായിരുന്നു. മാറ്റേണ്ടതൊക്കെ മാറ്റിയെടുക്കണമായിരുന്നു. എവല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് ഒന്നാണോ? അല്ലല്ലോ. പഴയ കോൺഗ്രസ് ആണോ ഇന്നത്തെ കോൺഗ്രസ്? അല്ല. പഴയ BJP ആണോ ഇന്നത്തെ BJP? അല്ല. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റങ്ങൾ സംഭവിക്കണം. മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഒരിക്കലും പ്യൂരിഫിക്കേഷൻ സംഭവിക്കില്ല. കാലത്തിനൊത്ത് പോവില്ല. കാലത്തിന് മുന്നോട്ട് പോകുന്ന നദിയെ നിങ്ങൾ അണകെട്ടി തടക്കരുത്. കാലത്തിനൊത്തു പോകണം. ഇന്നൊരുപാട് TV-യിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ മുസ്ലിം വിട്ടുപോകുന്നു. മുസ്ലിം മാത്രമല്ല, മതം മാത്രമല്ല വിടുന്നത്, ഹിന്ദു മതം വിട്ടുപോകുന്നുണ്ട്, ക്രിസ്തു മതം വിട്ടുപോകുന്നുണ്ട്. പക്ഷെ അതൊരു സംഭവമാവുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു മുസ്ലിം മതമാകുമ്പോൾ. ഒരിക്കൽ ഒരു മുസ്ലിങ്ങളുടെ ഒരു വലിയൊരു നിക്കാഹ്, ഒരു സമൂഹ വിവാഹം. അപ്പം അതിൽ പ്രാസംഗികനായിട്ട് ഞാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒറ്റോട് വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, സ്വാമിയുടെ ഒരു ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് ഞങ്ങൾക്ക് വേണം. എന്നുവെച്ചാൽ വേറെ ആരും ഇല്ലാത്ത രീതിയിൽ. ശരിയെന്നു. ഞങ്ങളെല്ലാം കൂടി ഇരുന്നു. എന്തൊക്കെ ആഹാരം കഴിക്കുന്ന കൂട്ടത്തിൽ വലിയ നേതാക്കന്മാർ എന്നോട് ചോദിച്ചു, സ്വാമി, നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് കുട്ടികൾ മറ്റു മതക്കാരുമായിട്ട് കല്യാണം കഴിച്ചും പ്രേമിച്ചൊക്കെ ഓടുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾ തടഞ്ഞു നിർത്തുന്നത്? എന്നോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞേ, നിങ്ങളല്ലേ ഇവിടെ
ജിഹാദ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങളല്ലേ പ്രേമ ജിഹാദിൻ്റെ ആളുകളെന്നല്ലേ ആളുകൾ പറയുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സ്വാമി ഞങ്ങളുടെ പെൺകുട്ടികൾ ബാംഗ്ലൂരോ മദ്രാസോ ഒക്കെ പഠിക്കാൻ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ ഓടിയിരിക്കും സ്വാമി. അതിനെ തടഞ്ഞു നിർത്താൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് പാടുപെടുന്നു. നിങ്ങളെങ്ങനെയാണ് പാടുന്നത് ചോദിച്ചാൽ എനിക്കങ്ങനെ പാടുപെടുന്നതായിട്ട് എനിക്കറിയില്ല. ക്രിസ്ത്യാനികളെ എനിക്കറിയാം അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്. അവിടെ തിരുമേനി എന്നോട് പറഞ്ഞു, അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു നമ്മുടെ ക്യാമ്പുണ്ട്. രാവിലെ തൊട്ട് എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടത് അതിനെപ്പറ്റി. എന്നിട്ട് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവർ വിവാഹം നടത്തും പള്ളിയിൽ. അതുകൊണ്ട് വധുവരന്മാരെല്ലാം അത് അറ്റൻഡ് ചെയ്യും. അവർക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പഠനം, ഒരു ഓറിയൻറ്റേഷൻ. ആ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ നരകത്തിൽ പോകുന്നതിനെ കുറിച്ചുള്ള അങ്ങ് ശരിക്കും അടിച്ച് കയറ്റുന്ന തലയിൽ. അതായത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിച്ചാൽ നരകത്തിൽ പോകും, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അവർ പേടിച്ച് പിന്നെ പോവില്ല, പിന്നെ കല്യാണം കളഞ്ഞിട്ട് പോവില്ല, ഡൈവേഴ്സ് ഒന്നും ആവില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള നരകത്തിനും ഇതിനെ ഒരു പേടിയില്ല. ഹിന്ദുക്കൾക്ക് അങ്ങനെ ഗുണമുണ്ട്, നരകത്തിൽ പോലും കൊള്ളാം, സ്വർഗത്തിൽ പോലും കൊള്ളാം. കാരണം അവർക്ക് ഇതിനെ പറ്റി ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ശങ്കരാചാര്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാജലം ഒരു 3 തുള്ളി ഗംഗേ ജമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്ധ്യങ്കുരെന്ന് ജപിച്ചുകൊണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നരകത്തിൽ പോകില്ല. മറ്റൊരു മഹർഷി പറഞ്ഞ് ഇന്ത്യയിലൊന്ന് ജനിച്ചാൽ മതി, പിന്നെ നരകത്തിൽ എടുക്കില്ല. ശങ്കരാചാര്യ മനോഹരമായിട്ട് എന്താണ്, യമൻ ചർച്ച ചെയ്യുകയില്ല എന്ന്. ഇത്തരം ആളുകളെ നരകത്തിൽ കൊണ്ടുവന്ന് യമൻ ഇഷ്ടമല്ല. നാരായണ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ സ്വർഗ്ഗമുള്ളൂ. അങ്ങനെയാണ് ഹിന്ദുക്കൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് നരകത്തിൽ ഒന്നും പറഞ്ഞാൽ പേടിയില്ല. ഹിന്ദുക്കളോട് ചെന്ന് നീ നരകത്തിൽ പോകുന്ന പറഞ്ഞാൽ ആരും പോകില്ല. പക്ഷേ ഇവരും, ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനികളും വിഷമിക്കുന്നു, ഹിന്ദുക്കളും വിഷമിക്കുന്നു, മുസ്ലിങ്ങളും വിഷമിക്കുന്നു. ഇതാണ് അടുത്ത ഒരു തലമുറ അവർ ഇന്ന് വിട്ടുപോകുന്നു. ഹിന്ദുക്കളും അങ്ങനെ തന്നെ ഉണ്ട്. ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ മുഴുവൻ 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഇവിടെ ചെറുപ്പക്കാരൊന്നും എന്നും കയറി വരില്ലേ? അപ്പോൾ അവർ പറയും പന്തൽ കെട്ടാനും മറ്റൊക്കെ ചെറുപ്പക്കാർ വരും, പക്ഷെ ഇതൊന്നും കേൾക്കാരും വരില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ആൽത്തറയിലൊക്കെ ഇരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ എണ്ണം കാണും. അപ്പം ഞാനൊരു ടെക്നിക്ക് ഉപയോഗിക്കും. ഞാൻ എൻ്റെ പ്രസംഗത്തെ കൂട്ടത്തിൽ, സാധാരണ സന്യാസിവരാരും പറയാത്തതാണ്, ഞാൻ നമ്മുടെ സണ്ണി ലിയോണിനെ കുറിച്ചൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സനെ കുറിച്ച് സംസാരിക്കും. ഇവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോൾ പതുക്കെ 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 ഓരോന്നായിട്ട് വന്നിരിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ മുഴുവൻ ചെറുപ്പക്കാരെ കൊണ്ട് പറയും. നമുക്ക് അവരുടെ ലോകം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ചെറുപ്പക്കാർ ഒരു പള്ളിയിലെ അച്ഛനോ അല്ലെങ്കിൽ ഒരു ഇമാമോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ പറയുന്നത് അതുപോലെ വിശ്വസിച്ച് പോകുന്നതാണ് വേദം. എന്തെങ്കിലും പറയണേ ഉടൻ കയ്യിരിക്കുന്ന ഗൂഗിളിൽ നോക്കും, സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവും, ഈ ഖുറാനെ ആയാലും ശരി, ബൈബിളിനെ ആയാലും ശരി, വേദങ്ങളെ ആയാലും ശരി, ശരിക്കും മിസ്ഇൻറ്റർപ്രറ്റ് ഈ പണ്ഡിതന്മാർ സംസാരിക്കുന്നത്. അതാണ് ഇസ്ലാം മതത്തിൽ ഏറ്റവും പറ്റിയൊരു അടി കിട്ടിയത്. എത്രയോ മനോഹരമായിട്ട്, എത്രയോ സത്യസന്ധമായിട്ട്, എത്രയോ രസകരമായിട്ട്, എത്രയോ എന്താണ് ഒരു ദിവ്യത്വത്തോടുകൂടി നബിയെ പ്രസൻറ്റ് ചെയ്യുക. അത്ര നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതിസുന്ദരമായ കാര്യങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും ഒരു കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ അദ്ദേഹം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം അതുകൊണ്ട് പറയാം. ഒരു തേള് കുത്തി, നബി തേളിനെ എടുത്ത് കരക്കെത്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ ചോദിച്ചു, അങ്ങേ കരയിലെ ഒരു ക്ഷുദ്രജീവിയാണ്, ഇതിനെ ആരെങ്കിലും രക്ഷിക്കുമോ? അപ്പം നബി പറഞ്ഞ ഉത്തരം എന്താണ്? ആ തേള് അതിൻ്റെ സംസ്കാരം കാണിച്ചു, ഞാൻ എൻ്റെ സംസ്കാരം കാണിച്ചു. എത്ര ഉദാത്തമായൊരു വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു വചനമാണത്. നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങൾ സത്യസന്ധത തന്നെ പുലർത്തണം. മറ്റവൻ കള്ളനാണ്, അവൻ കള്ളത്തണം പറയാം, അവന് പറയാം, അത് അവൻ്റെ സംസ്കാരം, എനിക്ക് പറ്റൂല. ഒരു വലിയ സന്യാസിവരനാണ്, അവതാര പുരുഷനാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കാൻ അത് ചെറുക്ക് പറ്റും. ഇല്ലാത്ത കള്ളക്കഥകൾ മുഴുവൻ ലോകത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ, മാനേൻ ടീമൊക്കെ വെച്ച് പ്രചരിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് അവൻ്റെ സംസ്കാരം, അവൻ കാണിച്ചോട്ടെ, എനിക്ക് പറ്റില്ല. അത് എൻ്റെ സംസ്കാരം അല്ല. അതുപോലെ നമുക്ക് ജീവിതത്തിനകത്ത് ഏത് കാര്യത്തിൽ എന്തിനും കള്ളം കാണിക്കാൻ ചിലർക്ക് പറ്റും, ചിലർക്കത് പറ്റില്ല. അപ്പോൾ ഈ ഒരു മഹത്തായ സന്ദേശമല്ലേ അദ്ദേഹം നൽകിയത്. ഇതുപോലെ എത്ര 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 മനോഹരമായ കഥകൾ നമുക്ക് ഖുറാനിൽ കേൾക്കാൻ പറ്റും, അവയെ മനുഷ്യരുടെ ഹൃദയത്തിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ പല മണ്ഡിതന്മാരെന്നെ വിളിക്കണം,
ഈ മുസ്ലിം പണ്ഡിതന്മാരും പള്ളികളിലിരുന്ന് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ അന്തം വിട്ടു. എത്ര ബാലിശമായ കാര്യങ്ങളാണ് അവർ നബിയെ കുറിച്ച് വിളിച്ചു പറയുന്നത്. എത്ര ബാലിശം. അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് കഥ? എത്ര മനോഹരമായ മുത്തുകളാണ് ആ വായിൽ നിന്ന് അടർന്നു വീണത്. ആ മുത്തുകൾക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. നബി 6 വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഭയങ്കര ചർച്ചയാണ്. 6 വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹം ഒരു വക പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു വരെ എഴുതി വെച്ചിട്ടുമില്ല. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും തിരോധാനം ചെയ്തതിന് ശേഷം 1 നൂറ്റാണ്ടിന് ശേഷമാണ് ബുഹാരി ഇദ്ദേഹത്തിന്റെ കുറിച്ചുള്ള അറിവുകൾ തേടി വരുന്നത്. 1000 മൈലുകൾക്ക് അപ്പുറത്തുനിന്ന് കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ കയറിയാണ് ഇദ്ദേഹം വന്നത്. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ചുറ്റുമുള്ള ആളുകളോട്, നബിയെ കണ്ടിട്ടുള്ള ആളെന്ന് പറയുന്നവരെല്ലാം കണ്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചെടുത്ത് പുസ്തകമാക്കി. ഇതാണല്ലോ ഖുർആൻ. 100 വർഷം കഴിഞ്ഞ് എത്ര പേരുണ്ടാവും നബിയെ കണ്ടിട്ടുള്ളവർ ലോകത്ത്? ഇപ്പോൾ ഉണ്ടാവുമോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മാധ്യമങ്ങളെല്ലാം ഭയങ്കര ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ്. അവർക്ക് ക്യാമറകളുണ്ട്, അവർക്ക് എന്തും ചെയ്യാം. നമുക്കും അറിയാൻ പറ്റും പല കാര്യങ്ങളിലെ സത്യാവസ്ഥ. എന്നിട്ട് പോലും ഒരു വാർത്ത ഏതെല്ലാം തരത്തിൽ വളച്ചൊടിച്ചാണ് രംഗത്തെത്തിക്കുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ അതിൽ നിന്നും അയാളുടേതായ സംഭവം കൂടെ കയറി വരും. ഹ്യൂമൻ നേച്ചർ അതാണ്. പക്ഷേ അതൊക്കെ കൂടെ അദ്ദേഹം ക്രോഡീകരിച്ചു എന്ന് പറഞ്ഞു. 5 ലക്ഷം പേരെ കണ്ടു എന്നാണ് പറയുന്നത്. അന്നത്തെ ജനസംഖ്യ പോലും അത്രയില്ല. ഓട്ടെ, പുരാണങ്ങളിൽ എപ്പോഴും അങ്ങനെ പറയും. നമ്മുടെ ഹിന്ദു പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ വിശ്വസിക്കാൻ പറ്റാത്ത എത്രയോ വലിയ കാര്യങ്ങളുണ്ടല്ലേ. ആകാശം മുട്ട വളർന്നു നടക്കുന്ന കാര്യമാണോ? 10 തലകൾ. 10 തലകളുള്ള ഒരു മനുഷ്യനിങ്ങനെ ഇപ്പം ചരിഞ്ഞല്ലേ കയറാൻ പറ്റൂ എല്ലായിടത്തും അല്ലേ? 5 അങ്ങനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ മുകളിലാണ്. എന്ത് വൃത്തിയുണ്ടായിരിക്കും. പക്ഷേ ഈ 10 തലകൾ എന്ന് പുരാണത്തിൽ പറയുമ്പോൾ അത് 10 തലകളുടെ ബുദ്ധി എന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധി നമുക്ക് വേണം. 20 കൈകൾ എന്ന് പറയുമ്പോൾ 20 കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ആ ശക്തി അത് രാവണനുണ്ടായിരുന്നു എന്ന് പറയുന്നതിനാണത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു ഉടുപ്പ് വയ്ക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും 20 കൈകളൊക്കെ വെച്ച്. ജലദോഷം വന്നാൽ എന്തായിരിക്കാം സ്ഥിതി? 10നും ജലദോഷം വരില്ലേ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു ബുദ്ധിയാണ്. പണ്ടത്തെ ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഒരു ടച്ച് ഓഫ് ഒരു എക്സൈറ്റ്മെന്റ് അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, അതിൽ ഒരു വരി പോലും മാറ്റാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ നബി തിരുമേനി 6 വയസ്സ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. അന്നത്തെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ ജീവിതം പോലെയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, ഒരു 100 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന വിവാഹ ജീവിതം പോലെ അല്ല ഇന്നത്തെ വിവാഹ ജീവിതം. എൻ്റെ ഒരു മുത്തശ്ശൻ, അദ്ദേഹം വളരെ പ്രസിദ്ധനായ ആളായിരുന്നു. അദ്ദേഹം TK വേലുപ്പിള്ള എന്ന് പറയും. അദ്ദേഹമാണ് ആദ്യത്തെ ഈ സ്റ്റേറ്റ് മാനുവൽ ഇതൊക്കെ എഴുതിയത്. ഇതാണ് എൻസൈക്ലോപീഡിയ ട്രാവൻകൂർ എഴുതി അദ്ദേഹമാണ്. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ, അതായത് രാജാവ് അധികാരിയായിരുന്നുകൊണ്ട് ജനങ്ങളുടെ ഒരു സഭയുണ്ട്, അതാണ് പ്രജാസഭ. നമ്മൾ ഡെമോക്രാറ്റിക് സെറ്റപ്പ് വരുന്നതിന് മുമ്പുള്ള ഒരു പ്രീ ഡെമോക്രാറ്റിക് സെറ്റപ്പായിരുന്നു. അതിൽ അദ്ദേഹം സ്പീക്കറായിരുന്നു. അപ്പോൾ അത്രയും 100 വർഷമായി. അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹം ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മാവന്മാരോടൊക്കെ പറഞ്ഞു, എനിക്ക് പെൺകുട്ടിയെ കാണണം, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല. പക്ഷേ അമ്മാവന്മാരൊക്കെ എതിർത്തു. എന്നാണ് അങ്ങനെ പെൺകുട്ടിയെ കാണേണ്ട ആവശ്യം എന്താ? കല്യാണത്തിന് മുമ്പ് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് ഏത് നാട്ടു നടപ്പാണ്? ഇവിടെ അങ്ങനെയൊന്നുമില്ല. അച്ഛനും അമ്മയും പറയണ പെൺകുട്ടിയെ കെട്ട് അത്രേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം നിർബലമായിരുന്നു. അദ്ദേഹം ഇല്ല, ഞാൻ ആ പെൺകുട്ടിയെ കാണാതെ കല്യാണം കഴിക്കണം. അങ്ങനെ ആ പെൺകുട്ടി തറവാട്ടിൽ നിന്ന് ഇറങ്ങി കുളത്തിലേക്ക് പോകുന്നതിന് ഒരു വഴി കടന്നു പോകണം. ആ വഴിയിൽ ചെന്ന് ഒളിച്ചു നിന്നാണ് ആദ്യത്തെ പെണ്ണ് കാണൽ. ഒരു പക്ഷേ തിരുവാങ്കൂറിൽ ആദ്യത്തെ പെണ്ണ് കാണൽ അതായിരിക്കും. ഒരു പെണ്ണ് കാണാൻ പോലും ഒരു തരത്തിലോ അവകാശമില്ലായിരുന്നൊരു കാലം. നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റും. ഇപ്പം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു മാത്രമല്ല, ഡേറ്റിങ്ങിന് പോകണമെന്നല്ല, അന്ന് മാത്രമല്ല, ശാരീരിക ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ആ പെണ്ണ് തീരുകയാണ്. ഇയാൾ അത്ര പോരാ, മറ്റവനായിരുന്നു കുറച്ചുകൂടെ. ഈ തരത്തിലെത്തിയില്ലേ? എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു വിവാഹത്തിൽ കാണിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ. നമുക്കിത് വിവാഹ ജീവിതം അന്നത്തെ പോലെയാണ് ഇന്നത്തെ? ഒരിക്കലല്ല. ഭാര്യ ഒരു ജോലിക്ക് പോകണം, ഭർത്താവ് ജോലിക്ക് പോകണം. ചിലപ്പോൾ അവർ നല്ല രീതിയിൽ ജീവിക്കും, മറ്റേ അല്ലെങ്കിൽ ഭർത്താവിന് കാമുകന്മാർ കാണും, ഇവർക്ക് ഒരു പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകും. ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ വിവാഹ ജീവിതം അതുപോട്ടെ, പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് നടക്കാനുണ്ട് കാലം എത്രയായി? എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടില്ല സ്ത്രീ പുരുഷനും ഒരുമിച്ച് നടക്കും.
ഈ സ്കൂട്ടർ വന്നതിന് ശേഷമാണ് ഈ സ്ത്രീ പുരുഷന്റെ ബാക്കിൽ പോകുന്നത്. മറ്റേത് പുരുഷൻ 10 അടി മുമ്പിൽ നടക്കും, പിറകെ സ്ത്രീ നടക്കും. ഇങ്ങനെയായിരുന്നു പണ്ട്, ഒരുമിച്ച് നടക്കുക പോലുമില്ല. ഇവിടുത്തെ തിരുവിതാംകൂർ റാണിമാരുടെ കൂടെ ഭർത്താവിന് പോകാനുള്ള അനുവാദം ഇല്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ട് റാണി പോകുന്ന കാറിൽ ഭർത്താവ് കയറാൻ പാടില്ല. അത്തരത്തിൽ ഒരു 100 വർഷത്തേക്ക് ടോർച്ചടിച്ച് ബാക്കിലോട്ട് നോക്കുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ. വ്യത്യാസം ഭയങ്കര വ്യത്യാസമില്ല. ഇവിടെ അമ്മാവൻ്റെ മോളെ കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോഴങ്ങനെ ചെയ്യുമോ? വളരെ കുറച്ചാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ അമ്മാവനെ തന്നെ കല്യാണം കഴിക്കാം. ഒളിച്ചു നിന്ന നേരത്തിൽ വിളക്ക് വെച്ച നേരത്തിലെ മാമൻ മൻറാൻ, ഒളിച്ചു നിന്ന് പാത്രത്തിലെ നാണം മൻറാൻ. ഇന്ന് തമിഴിൽ കേൾക്കുമ്പോൾ ഈ മാമൻ മരണത്തിന് ഇവക്കതിന് നാണം എന്ന് നമുക്ക് തോന്നും. ഒരു 50 കിലോമീറ്റർ അപ്പുറത്താ വ്യത്യാസം. അപ്പോൾ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ആളുകളുടെ കഥ പറയുമ്പോൾ ആത്തു മുഴുവൻ പറഞ്ഞിരിക്കുന്നു. ആത്തു പോലെ സത്യമാണെന്ന് വെച്ചാൽ മരമണ്ടനായിരിക്കും. അവിടെ ഹിന്ദുമതത്തിന് കിട്ടിയ വലിയൊരു പ്ലസ് പോയിന്റ്, വേദവ്യാസൻ ഭാരതം മുഴുവൻ നടന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് അതെല്ലാം കൂടെ അദ്ദേഹം ക്രോഡീകരിച്ചു. അതാണ് വ്യാസൻ എഡിറ്ററായിരുന്നു നമ്മൾ പറയുന്നത്. വ്യാസൻ എന്നുള്ള എഡിറ്റർ എന്ന് അർത്ഥമുണ്ട്. എന്നിട്ട് അദ്ദേഹം 4 വേദങ്ങളാക്കി. എത്രയോ ചവറെടുത്ത് കളഞ്ഞു അദ്ദേഹം. അതായത് ഒരു വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ മറ്റു വ്യത്യസ്തമായിട്ട് ഓപ്പോസിറ്റായിട്ട് മറ്റു വേദത്തിൽ പറഞ്ഞെങ്കിൽ അദ്ദേഹം എടുത്ത് കളയും. പിന്നെ അന്നത്തെ യുക്തിക്ക് യോജിക്കാത്ത ഒരു കാര്യവും അദ്ദേഹം വച്ചിരിക്കില്ല. അതെല്ലാം കളഞ്ഞാണ് ഋഗ്വേദവും യജുർവേദവും അഥർവവേദവും സാമവേദവും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് പോലും അതിനകത്ത് ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ചിലത് പരസ്പര വിരുദ്ധമായിട്ടുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എടുത്ത് കളഞ്ഞു. അദ്ദേഹം പ്യൂരിഫൈ ചെയ്തു. കാലത്തിന് യോജിക്കാത്ത കാര്യമൊക്കെ അദ്ദേഹം എടുത്ത് കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പുരാണങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് വ്യാസന്റെ വാക്കുകൾ പുരാണങ്ങളെ കുറിച്ച്? അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണ്. അതൊരു കേട്ടുകേൾവിയാണ്. പുരാണങ്ങളൊന്നും സംഭവിച്ചതാണെന്ന് കരുതരുത്. ആ പുരാണങ്ങളിലൂടെ ആധ്യാത്മികമായ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ പുരാണങ്ങൾ അതുപോലെ വിശ്വസിച്ചാൽ മരമണ്ടനായിരുന്നു. അപ്പൊ വ്യാസന്റെ ഒരു ബുദ്ധി എന്ന് വെച്ചാൽ ഇത് പ്യൂരിഫൈഡ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന രീതിയിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ, അത് ഹിന്ദു മതത്തിന്റെ ആയാലും ശരി, ഇസ്ലാം മതത്തിന്റെ ആയാലും ക്രിസ്തു മതത്തിന്റെ ആയാലും ശരി, പ്യൂരിഫൈഡ് ചെയ്യണം. അല്ലെങ്കിൽ 6 വയസ്സിൽ നബി കല്യാണം കഴിച്ചു എന്നുള്ള വലിയ പ്രശ്നമായിട്ട് തീരും. വേണ്ട, നബിയോട് മഹാത്മാഗാന്ധി എത്ര വയസ്സ് കല്യാണം കഴിച്ചു? 15 വയസ്സിൽ അല്ലേ? ഇന്ന് 15 വയസ്സ് കല്യാണം കഴിക്കാൻ അകത്തായി പോവില്ലേ? അന്നത്തെ പ്രശ്നമല്ലായിരുന്നു. അന്നത്തെ ആളുകളുടെ മാനസിക അവസ്ഥ, സ്ത്രീകൾ മാറുമറയ്ക്കാൻ തൊണ്ട് എത്ര കാലമായി? നമ്മൾ എപ്പോഴും ഒരു നമ്പൂരിമാരെ പറ്റിയും ഉയർന്ന ജാതിക്കാരെ കുറിച്ച് ചീത്ത പറയുമല്ലോ എപ്പോഴും. അവരങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അവരുടെ സ്ത്രീകളുടെ ജീവിതം എത്ര ദുഃഖകരമായിരുന്നു, പുരുഷന്മാരുടെ ജീവിതം എത്ര ദുഃഖകരമായിരുന്നു എന്ന് അറിയണമെങ്കിൽ അന്നത്തെ പല നോവലുകളും വായിച്ചോളൂ. എന്നോടൊരു നമ്പൂരി സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, 14 വയസ്സിലാണ് മാറുമറയ്ക്കാൻ അനുവാദം വീട്ടിനകത്ത് കിട്ടിയത്. 14-15 വയസ്സ് വരെ പെൺകുട്ടികളുടെ മാറിടം മറയ്ക്കാതെ മാത്രമേ വീട്ടിനുള്ളിൽ താമസിക്കാൻ പാടുള്ളൂ. നമ്മുടെ ദേവകി വാര്യരുടെ ഒരു പ്രസംഗത്തിൽ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരും ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചാണ് വന്നത്, വിഷമിച്ചാണ് വന്നത്. അവർക്ക് കടൽ കിടക്കാൻ പറ്റില്ലായിരുന്നു, വിദേശത്ത് പോകാൻ പറ്റില്ലായിരുന്നു. ഇന്നും ബോംബെയിൽ കടലിൽ കൂടെ ട്രെയിൻ പോകുമ്പോഴത്തേക്കും ചില ആളുകൾ കാലെടുത്ത് സീറ്റിൻ്റെ മുകളിൽ വയ്ക്കും. ഇതിനാണ് കടലിൽ ചവിട്ടാതിരിക്കാൻ. മോട്ടോർ ബൈക്ക് കയറാൻ പറ്റില്ലായിരുന്നു, കാരണം അഗ്നിയിൽ ചവിട്ടുന്നു. എന്തൊക്കെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതെല്ലാം നമ്മുടെ വേദവ്യാസം പറഞ്ഞാണോ, ശ്രീകൃഷ്ണൻ പറഞ്ഞാണോ, ശ്രീരാമൻ പറഞ്ഞാണോ, വാൽമീകി പറഞ്ഞാണോ, നാരദൻ പറഞ്ഞാണോ? ഒന്നല്ല, അങ്ങ് വിശ്വസിച്ചു. പിന്നെ അതിനെ പ്യൂരിഫൈ ചെയ്തു. ഇപ്പോൾ നമ്മുടെ എല്ലാവരും ഏറ്റവും കൂടി ചീത്ത പറയുന്ന ഒരാളാണ് നബി. അല്ല, നമ്മുടെ നബിയും പറയും, ഇപ്പം മുഴുവൻ പറയുന്നു. നമ്മുടെ മനുസ്മൃതി, മനു ഒരു ആധ്യാത്മിക ജീവിയല്ല. അദ്ദേഹം വേദവ്യാസനെ പോലെ ഒന്നുമല്ല. അദ്ദേഹം വെറും ഒരു ബ്രാഹ്മണ കുലത്തിൻ്റെ ഒരു തെരുവിൽ താമസിച്ച ഒരു വൈദികൻ മാത്രമായിരുന്നു. അദ്ദേഹം ആ ബ്രാഹ്മണ കുലത്തിന്റെ വൈദിക വൃത്തി ചെയ്തു വരുന്ന അദ്ദേഹത്തിനുണ്ടാകുന്ന അറിവ് വെച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അതിൽ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മണ്ടത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലാണ് ജാതി വ്യവസ്ഥ. സ്മൃതികൾ ഒരു കാലത്തും ഹിന്ദുമതത്തിന്റെ ഭാഗമായിരുന്നില്ല. എങ്കിൽ വ്യാസസ്മൃതി എടുത്ത് ഭാഗഭാഗത്താണ്. എത്രയോ സ്മൃതികളുണ്ട്. ഇന്ന് മനുവിന് മാത്രം പറയുന്നത്. കാരണം മനുവിന് ജാതി വ്യവസ്ഥയിൽ വളരെയധികം തീണ്ടിയിരുന്നു അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നു ആളുകൾ. നമ്മൾ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ ഇപ്പോൾ കൊണ്ട് നടക്കുന്നു, അതല്ല അത്. അപ്പം നമ്മളതിനെ പ്യൂരിഫൈ ചെയ്യണം. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ മനുസ്മൃതിയെ വായിച്ചു എന്നേ ഉള്ളൂ, അല്ല അത് പൂർണ്ണ അതിനകത്ത് കൊണ്ടുവന്നൊന്നുമില്ല. അതിൽ നിന്നുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ.
പക്ഷെ അത് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ അത്രയധികം ഇപ്പോൾ നബിയെക്കുറിച്ച് അല്ല, നമ്മുടെ മനുവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര സ്ത്രീ വിരുദ്ധനായിരുന്നു. ഒരിക്കലല്ല. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പുള്ള വരികളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ബാല്യത്തിൽ തീർച്ചയായിട്ടും സ്ത്രീ അച്ഛൻ രക്ഷിക്കണം, പിന്നീട് ഭർത്താവ് രക്ഷിക്കണം, പിന്നെ ഭർത്താവ് മരിച്ചാൽ മകൻ രക്ഷിക്കണം. സ്ത്രീ ന സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനാഥത്വം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. അതിനടുത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സ്വാതന്ത്ര്യമാക്കി അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധം. ഇപ്പം നമ്മൾ ഭയങ്കര ചർച്ച ചെയ്യാണല്ലോ സ്ത്രീധനം, അങ്ങനെയൊക്കെ സ്ത്രീയെ വളരെയധികം മോശമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. അദ്ദേഹം എന്താ പറഞ്ഞ സ്ത്രീയെക്കുറിച്ച്? പ്രേമചാബല്യത്തിനിടയിൽ പോലും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പ്രേമചാബല്യം നടത്തുമ്പോൾ പോലും ഒരു താമര ഇതൾ കൊണ്ടുപോലും, താമര ദളം കൊണ്ടുപോലും ഭാര്യയെ ഇങ്ങനെ തുടരുന്നു. അതായത് ഭാര്യയുടെ ശരീരത്തിൽ കളിക്ക് പോലും ഒരു താമര വിളയം കൊണ്ടുപോലും അടിക്കരുതെന്നാണ് മനു പറഞ്ഞിരിക്കുന്നത്. അത്രയാണ് സ്ത്രീകൾക്ക് അദ്ദേഹം കൊടുത്ത ബഹുമാനം. പിന്നെ അദ്ദേഹം വേറൊരു ശ്ലോകത്തിൽ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പുരോഗമനവാദികൾ പോലും അന്തം വിട്ടു. അദ്ദേഹം എന്താ പറഞ്ഞത്? രസകരമായ ഒരു ശ്ലോകത്തെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യ പോയി എന്ന് വയ്ക്കാം, വേറൊരു പയ്യൻ്റെ പിറകെ പോയി. അപ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പരിചയപ്പെട്ട ഏതെങ്കിലും അങ്ങനെ പോയി നിൽക്കാം. അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി തനിക്ക് പറ്റിയ തെറ്റാണ്. തിരിച്ചു വന്നു ഭർത്താവിനോട്, ഇനി എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. മനു പറയുന്നത് ഓരോ ആക്ഷേപവും പറയാതെ ആ പെൺകുട്ടിയെ സ്വീകരിച്ചോണം പുരുഷൻ. ഇന്ന് പറ്റോ? ഇന്ന് പോലും പറ്റോ പുരോഗമനം? ശ്രീരാമൻ്റെ ഭാര്യയും ശ്രീരാമൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ ശ്രീരാമൻ്റെ ഭാര്യയുടെ ഉപേക്ഷ നടക്കില്ല. ശ്രീരാമനെ സീത ഉപേക്ഷിക്കുന്നതിൻ്റെ കാര്യം ഒരു രചകൻ, ഒരു എന്താണ് അലക്ക് തൊഴിലാളി, അദ്ദേഹത്തിന് വീട്ടിലിടുന്ന സംഭവത്തെ പറ്റി ഒരു ഭടൻ പറഞ്ഞതല്ലേ. ആ സംഭവം ഇതാണ് ഒരു രചകന്റെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ പോയി തിരിച്ചു വന്നു, എനിക്ക് പറ്റൂല, എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ അയാൾ സ്വീകരിച്ചില്ല. അപ്പോൾ അതുപോലെ രാവണന്റെ കൂടെ പോയി ചെയ്താണ് ഒരാൾ പറഞ്ഞത്. പക്ഷെ മനു പറയുന്നത് അങ്ങനെ പോയെങ്കിലും തിരിച്ചു വന്ന് അവൾ പറയുകയാണ് എനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ സ്വീകരിക്കണം. ഇന്ന് പോലും പറ്റില്ല അല്ലേ? അപ്പോൾ എല്ലാത്തിലും നന്മയുണ്ട്. മനുസ്മൃതിയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് അത് ഇങ്ങനെ സഹായിക്കുന്നതിന് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നല്ല. അദ്ദേഹത്തിന് ജാതി വ്യവസ്ഥയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ബോധം വീറും വീക്കലമായിരുന്നു, അത് ശരിയാണ്. പക്ഷേ നന്മയില്ലേ? എല്ലാ പുസ്തകത്തിലും അതുകൊണ്ട് സമ്മതിക്കണം. വേദങ്ങളിലും നന്മയുണ്ട് തിന്മയുണ്ട്, പുരാണങ്ങളിൽ നന്മയുണ്ട് തിന്മയുണ്ട്, ബൈബിളിലും നന്മയുണ്ട് തിന്മയുണ്ട്. അതിലൊരു വരി പോലും മാറ്റാൻ പാടില്ല. അങ്ങനെ ഒരു വരി പോലും മാറ്റുന്നവൻ സ്വർഗത്തിൽ ഏറ്റവും മോശക്കാരെന്ന് പറയപ്പെടും എന്ന് പ്രസംഗിച്ചാൽ മാറ്റേണ്ടത് മാറ്റണം. ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചോളം വളരെ മഹത്തായ ഒരു ആചാര്യൻ അവർക്കുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കഥകളെ പറഞ്ഞ് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് ആരും പറയില്ലായിരുന്നു. ഈ മതപണ്ഡിതന്മാർ തന്നെയാണ് അതിന് കാരണം. അവരാവശ്യമില്ലാത്ത കുത്തുബ സമയത്ത് നബിയെക്കുറിച്ചും സ്വർഗത്തിൽ പോയാൽ കിട്ടുന്ന മാലാഖകളെക്കുറിച്ചും അവിടെ മദ്യം പുഴയിലാണ് ഒഴുകുന്നതെന്നൊക്കെ ഇതൊക്കെ കേട്ട് ലോകം ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളിലും വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ഹദീസിൽ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുട്ടികളുടെ മുമ്പ് വെച്ചത് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുമതം എന്ത് ചെയ്യണം ആലോചിച്ച് നോക്കൂ. ലോകത്തെ ഏറ്റവും വലിയ ഈ കാമശാസ്ത്രം എന്ന് പറയുന്നത് ഹിന്ദു മഹർഷിയാണ് വാത്സ്യായനൻ കാമശാസ്ത്രം എഴുതി. അതിനപ്പുറം ഒരു ഗ്രന്ഥം ലോകത്തില്ല. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാമശാസ്ത്രത്തിൻ്റെ സപ്താഹം നടത്തുന്നത്? അങ്ങനെ നടത്താണെങ്കിൽ ഒരുപാട് ആൾ കൂടും, തീർച്ചയാണ്. ചെറുപ്പക്കാരൊക്കെ അത് കേൾക്കാൻ വേണ്ടി വരും. പക്ഷെ ഒരിക്കലും നടത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് അവിടെ നിർത്തേണ്ടതാണ്. സെക്സിന് സെക്സിൻ്റെതായ പ്രാധാന്യം ഇല്ല എന്നല്ല, പക്ഷെ അത് ആധ്യാത്മികതയിൽ വരുമ്പോൾ അതിന് പ്രാധാന്യമൊന്നുമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്താണ് ലൈംഗിക ഉദ്യോഗിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ ഇത് അവിടെ ഉണ്ട്, പെറുന്നുകളൊക്കെ ഉണ്ട്. അജന്ത എല്ലോറയിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഇതാണ് എന്നെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ട്. ആരെങ്കിലും അത് കാണാൻ പോവോ? എന്തിനാണ് ഒരു ക്ഷേത്രത്തിൽ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ അതൊക്കെ കഴിഞ്ഞ് അകത്ത് പോകണം. അതാണ് ക്ഷേത്രം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയി ധ്യാനിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ പുറമേ ഇതൊക്കെ നിങ്ങൾ ആകർഷിക്കും, അതിനപ്പുറം കിടന്ന് അകത്തേക്ക് പോകണം. അതാണ് ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊക്കെ വെച്ചത്. ലൗകികതയുടെ ആ ഭ്രമം കളഞ്ഞകത്തേക്ക് പോകാൻ. അതാണ് ഇപ്പോൾ പോകുന്ന ഭക്തജനങ്ങൾ പോലും ഇതൊന്നും കാണാൻ ഒരിക്കലും നിൽക്കാറില്ല. പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി നോക്കാറില്ല, ആരും ഇതൊന്നും നോക്കാറില്ല. അവർ ക്ഷേത്രത്തിൽ പോകും, പൂജിക്കും പോവുള്ളൂ.
അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ 1000 വർഷങ്ങൾക്ക് സംഭവിച്ചതാണ് ഈ ഖുർആൻ. അതുപോലെ സംഭവിച്ചാണ് ബൈബിൾ. അതുപോലെയാണ് വേദങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവരും അന്നത്തെ കാലത്ത് ആളുകൾ ചിട്ടയും അവരുടെ രീതിയും അവരുടെ സമ്പ്രദായങ്ങളും ഒക്കെ വേറെ, നമ്മളെ പോലെ അല്ല. ഇന്ന് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പലതും അന്ന് ചീത്തയായിരുന്നു. ഇന്ന് നമുക്ക് ചീത്തയെന്ന് തോന്നുന്ന പലതും ഇന്ന് ശരിയാണ്. നമുക്ക് അറ്റ് പ്രസന്റ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന വാല്യൂസ് എന്താണ്, അതിനെ അടിസ്ഥാനമാക്കി ആ മതം പഠിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ഇസ്ലാം മതം ലോകത്തിന് ഭീഷണിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഭീഷണിയൊന്നുമല്ല. അത് അതിൻ്റെ സെക്കൻഡ് ഫേസിലാണ്. ആ ഫസ്റ്റ് ഫേസിൽ നബി തിരുമേനിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മഹത്വവും ഇങ്ങനെ പ്രസംഗിക്കുക മാത്രം ചെയ്തിട്ടുണ്ട്, പക്ഷെ മനസ്സിലാക്കിയിട്ടില്ല അതെന്താണ്. ആ തരത്തിൽ ഒരുപാട് ഈ വില കുറഞ്ഞ പണ്ഡിതന്മാർ കയറി അവിടെ ഇവിടെയൊക്കെ പ്രസംഗിച്ച് സംഗീതം എന്ന് പറയുന്നത് എന്ത് വൃത്തികേടാണെന്ന് ഒരാൾ പ്രസംഗിക്കും. ഇതാണ് നബി തിരുമേനി പറഞ്ഞല്ലോ സംഗീതം മോശമാണ്. അദ്ദേഹം എവിടെ പറഞ്ഞു? അദ്ദേഹം ഒരു കല്യാണ ചടങ്ങിൽ പോയപ്പോൾ അവിടെ എല്ലാവരും ആടി പാടുന്നുണ്ട്. നബി ഒന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദരായി. അപ്പം നബി എന്താ പറഞ്ഞു? എന്താ നിർത്തിയത്? ഇത് കല്യാണമില്ല, ആടിപ്പാടേണ്ട സ്ഥലമല്ലേ, എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നബി തിരുമേനിയെ സംഗീത വിരുദ്ധനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർക്ക് ഇവിടെ കുഴപ്പം പറ്റി. എല്ലാവരും പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ച് ആളുകൾക്ക് അവർക്ക് ആധുനിക വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളാണ് മിക്കവാറും ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പണ്ട് പള്ളിയിൽ പറയാൻ കേട്ടിട്ട് പോകും, അല്ലെ മുസ്ലിങ്ങളിനെയൊന്നും ഫോളോ ചെയ്യാറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. യൂട്യൂബൊക്കെ വന്നു, സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്കും ഇവരൊരു വാചകം പറഞ്ഞാൽ പോലും അതിനെ എടുത്ത് ഡയലാക്കി കളയും. അപ്പം എന്ത് ചെയ്യണം? അത്തരം പണ്ഡിതന്മാരോട് ശക്തമായിട്ട് സമൂഹം ആവശ്യപ്പെടണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഹിന്ദുമതത്തിലുള്ള പല കാര്യങ്ങളൊന്നും പറയാനേ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു നടക്കണം, അറിയാനേ പറ്റില്ല. അങ്ങനെ ഉണ്ടെന്ന് പോലും ഹിന്ദു കയറിയില്ല. കാരണം അത് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്താൽ മതി, നമ്മുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ എടുത്താൽ മതി. അതിനെ നമുക്ക് നന്മയിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആ ഇൻ്റർപ്രിട്ടേഷൻ എല്ലാത്തിലും ആവശ്യമാണ്. ലോയിൽ ആവശ്യമില്ലേ, സയൻസിൽ ആവശ്യമില്ലേ, ലാംഗ്വേജിൽ ആവശ്യമില്ലേ, എല്ലാത്തിലും ഇൻ്റർപ്രിട്ടേഷൻ വേണം. കണക്കിൽ ആവശ്യമില്ലേ, വ്യക്തമായി ഇന്ന് സമൂഹത്തിന് യോജിച്ച രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവനാണ് ആചാര്യൻ. അല്ലാതെ പുരാണ കാര്യങ്ങൾ സ്വന്തം ഹിതം പോലെ പറയുന്നവനല്ല പുരോഹിതൻ. കാലത്തിന് യോജിച്ച രീതിയിൽ അവൻ സംസാരിക്കണം. അങ്ങനെ ആ ഇസ്ലാമിലെ പുരോഹിതന്മാർക്ക് സംഭവിച്ചൊരു തെറ്റ്, അത് പ്രത്യേകിച്ചും ഈ നവമാധ്യമങ്ങളൊക്കെ വന്ന് ഇവ ഭയങ്കരമായിട്ടും ചിത്രീകരിക്കപ്പെട്ടു. അതിൻ്റെ ഒരു വിഷമം ഇസ്ലാം മതത്തിനുണ്ടായിട്ടുണ്ട്. അതൊരു ഫസ്റ്റ് ഫേസാണ്. പക്ഷേ എപ്പോഴും ഇതാണ്, വർഷകാലം വന്നു കഴിയുമ്പോൾ പിന്നെ വസന്തം വരും, അല്ലേ? ഷെല്ലി പറഞ്ഞില്ലേ, ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന് അദ്ദേഹം ചോദിക്കും. ഇപ്പോൾ വർഷകാലമാണ്, ഇപ്പോൾ അവർക്കൊരു ഇരുള് മൂടിക്കിടക്കുന്നു, പക്ഷേ സൂര്യോദയം ഉണ്ടാവും. വസന്തം വരും. അതിന് പറ്റിയ പണ്ഡിതന്മാരുണ്ടായി വരണം. നബി തിരുമേനിയുടെ ജീവിത കഥയിലെ അതിമനോഹരമായ സംഭവങ്ങൾ അതെടുത്ത് ജനങ്ങൾക്ക് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കാനും, മറ്റു മതങ്ങളെ സ്വന്തം സഹോദരൻ്റെ മതങ്ങളാണ് എന്ന്, നമ്മുടെ എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന് പറയാനുള്ള ആ ചങ്കൂറ്റവും ഉള്ള ഒരേ ദൈവമേ ഉള്ളൂ ഈ ലോകത്ത്, പല രീതിയിൽ, പല വേഷത്തിൽ, പല ഭാഷയിലും. ഇതൊക്കെ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രവാചകന്മാരെ കുറിച്ചാണ് അത് പറഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവൻ പ്രചാരന്മാരെന്ന് അവർ പറഞ്ഞു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ രാഷ്ട്രീയമായിട്ട് കുറേ നേട്ടങ്ങളുണ്ടാക്കാനും മതത്തിനെ രാഷ്ട്രീയത്തിൽ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇസ്ലാം മതം ഒരു ഭീഷണി പോലെ ആളുകൾക്ക് തോന്നുന്നു. ഒരു ഭീഷണിയും അല്ലാതെ അതിൻ്റെ ഒരു വസന്തകാലം വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് നല്ല ചുറുചുറുക്കാനുള്ള ചെറുപ്പക്കാർ വളരെ മനോഹരമായിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ, അസാധ്യമായിട്ട് സംസാരിക്കുന്ന പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. പക്ഷെ അവർ പലപ്പോഴും ഈ ടെക്നിക്കൽ സാധനങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഹിന്ദുവിന് കേട്ടാലും ക്രിസ്തു മതക്കാർക്ക് കേട്ടാലും ബുദ്ധമതക്കാർക്ക് കേട്ടാലും സന്തോഷം തോന്നുന്ന, അവരെയും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള, അവരെ ഒരിക്കലും വേദനിപ്പിക്കാത്ത ആ തരത്തിലുള്ള പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരും അത്തരത്തിലുള്ള പുസ്തകങ്ങളും അത്തരത്തിലുള്ള സംഘടനകളും ഇതൊക്കെ ഇസ്ലാം മതത്തിന് വരികയാണെങ്കിൽ തീർച്ചയാണ് ഇസ്ലാം മതം ഒരു ഭീഷണിയല്ല, മറിച്ച് ലോകത്തിലെ വലിയൊരു അനുഗ്രഹവും ആയിരിക്കും. അങ്ങനെ ആവണം, അങ്ങനെ ആവാൻ അവർ ശ്രമിക്കണം.